നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തേഞ്ഞിപ്പാലത്ത് ഗോഡൌണിൽ അനധികൃതമായി സൂക്ഷിച്ച 16,000 ലിറ്റർ ഡീസൽ പോലീസ് പിടികൂടി. തിങ്കളാഴ്ചയാണ് വൻ ഇന്ധന സംഭരണം പോലീസ് പിടികൂടിയത്. തേഞ്ഞിപ്പാലം പാണാമ്പ്ര കോയപ്പാടം പെരിഞ്ചേരിമാട്ടിൽ സലാം ഹാജിയിൽ നിന്ന് വയനാട് മേപ്പാടി സ്വദേശിയായ അബ്ദുൾ ലത്തീഫ് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലായിരുന്നു ഈ അനധികൃത ഇന്ധന സംഭരണം നടന്നത്. 3 മാസത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ടെന്ന് പോലീസ് പറഞ്ഞു. 1000 ലിറ്റർ കൊള്ളുന്ന 16 ക്യാനുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. കൂടാതെ ഇന്ധനം മാറ്റാനുള്ള അത്യാധുനിക പമ്പിംഗ് യൂണിറ്റുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. യാതൊരു സുരക്ഷയും കൂടാതെ ജനവാസ മേഖലയിലായിരുന്നു ഇന്ധനം സൂക്ഷിച്ചിരുന്നത്. കോഴിക്കോട് ഫാറൂഖിൽ കഴിഞ്ഞ ദിവസം വ്യാജ സ്റ്റിക്കർ പതിച്ച ഇന്ധനം കടത്താൻ ശ്രമിച്ച ടാങ്കർ ലോറിയും ഇന്ധനവും പോലീസിന്റെ പിടിയിലായ സംഭവമാണ് ഈ പരിശോധനയ്ക്ക് കാരണമായത്. പിടിയിലായവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ തെളിവുകൾക്കായി ഗോഡൌണിൽ പരിശോധന നടത്തിയത്. അതേസമയം ഇന്ധനം സംഭരിച്ചിരുന്ന ഈ ഗോഡൌണിന് പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. സംഭവ സ്ഥലത്തെത്തിയ ഭാരത് പെട്രോളിയം മലപ്പുറം ജില്ലാ സീനിയർ മാനേജർ CH നാഗരാജു പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി DYSP PK സന്തോഷ്, തേഞ്ഞിപ്പാലം SHO ജീവൻ ജോർജ്, SI വിപിൻ വി പിള്ള തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.